നിർമ്മാണത്തിന്റെ വർധനമുണ്ടായ 2 വർഷങ്ങളായിരുന്നു. വളരെ വലിയ ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. പക്ഷെ നമുക്ക് പ്രയാസങ്ങളല്ല. ആ പ്രയാസങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് സാധ്യമാകുന്നിടത്തോളം ചെയ്യുന്നുണ്ട്. പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഇടപെടുന്നതിനും തിരുത്തുന്നതിനും ഒക്കെ സന്നദ്ധമാണ് എന്നറിയട്ടെ. കേരള ചേരമ സംഘം ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർത്തുന്ന ഈ പറയുന്ന പ്രമേയങ്ങൾ സംസ്ഥാന ഗവൺമെന്റുമായി സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ അതിനുള്ള ഇടപെടൽ എന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും. സംസ്ഥാന പട്ടികജാതി വകുപ്പ് മന്ത്രിയുമായി നമുക്ക് ഒന്നിച്ച് ഈ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നതിന് ഞാനും കൂടി അതിനകത്ത് ഇടപെടൽ നടത്താം എന്നും കൂടി അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു പോകുകയല്ല. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ചില പുറമേക്ക് വലിയ വർത്തമാനമെല്ലാം പറയുകയും അകമേക്ക് വേറെ രീതികളെല്ലാം പുലർത്തുകയും ചെയ്യുന്ന സമൂഹമായി നമ്മുടെ കേരള സമൂഹം നിൽക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം, മറ്റേതൊന്നും പറയുന്നില്ല, ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. രാഷ്ട്രീയത്തിൻ്റെതായി വന്നു പോകുമ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ മറ്റും പ്രവർത്തിക്കുന്നതിനായിട്ടല്ലോ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഒരാളുടെയും അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്നതാണ്. ഞാനൊരു ദിവസം നിയമസഭയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഉയർന്നു വരുന്ന ഒരു മരുന്നിനെ കുറിച്ചുള്ള വാക്കിലാണ്. ചാത്തൻ മരുന്നുകൾ എന്നൊരു വാക്കാണ് വരുന്നത്. അങ്ങനെ ഒരു മരുന്നുണ്ടോ? ചാത്തൻ മരുന്ന് എന്നൊരു മരുന്ന്. ഏറ്റവും മോശപ്പെട്ട മരുന്നുകളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ചാത്തൻ മരുന്ന് എന്നുള്ളത്. ഈ നിയമസഭയിലെ പ്രശ്നം നമുക്ക് അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ കസേരയിൽ പോയിരുന്ന അഭിപ്രായം പറയാം. വരുന്ന വഴിക്ക് അതിന് കസേരയിലോട്ട് കയറി ഇരുന്നിട്ട് എനിക്ക് അഭിപ്രായം പറയാനെന്ന് പറയാൻ പറ്റില്ല. എന്റെ കസേര ഏതാണോ അവിടെ ചെന്നിരുന്നിട്ട് എനിക്ക് എഴുന്നേക്കാം. ഞാൻ നോക്കിയാൽ പരിമിതമുണ്ട്. മന്ത്രിമാർക്ക് എപ്പോഴും എഴുന്നേക്കുന്നതാണ്. ഞാൻ എന്റെ കസേരയിലൊക്കെ ആണെങ്കിൽ ഒരാളിനെ കവർ ചെയ്ത് നോക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു വെളുപ്പൊക്കെ എന്റെ കസേരയിൽ ചെന്നിട്ട് ഞാൻ ഇടപെട്ട് ചോദിച്ചു, ചാത്തൻ മരുന്നുള്ള പേര് എങ്ങനെയാണോ കേരളം? ഏറ്റവും മോശപ്പെട്ടതാണ് മരുന്നുകൾക്കാണ് ഈ പേര് കഴിക്കുന്നത്. ചാത്തൻ എന്നത് ഒരിക്കലും കമ്പനിയുടെ പേരല്ല. ചാത്തൻ മരുന്ന്, ചാത്തൻ ഈ കേരളത്തിലെ പട്ടികജാതിക്കാരുടെ പേരാണ്. അത് വന്നത് 59 വിമോചന സമരത്തിന്റെ കാലത്താണ്. ചാത്തൻ കൂട്ടാൻ പോകട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ എന്ന് മുദ്രാവാക്യം ഉണ്ടായത്. അത് ചാത്തൻ മാസ്റ്ററെ കുറിച്ച് തന്നെ പറഞ്ഞതാണ്. 2025 ഈ പ്രയോഗങ്ങൾ പലരുടെയും മനസ്സിലിരിക്കുന്നു എന്നുള്ളതല്ലേ. കേരളത്തിലെ നിയമസഭയിൽ പോലും ചാത്തൻ വരുന്നത് എന്ന് പറയുന്നു. പ്രസാദ് വരുന്നതായിരുന്നു പറയുന്നത്, ശിവരാമൻ വരുന്നതായും പറയുന്നില്ല. ചാത്തൻ വരുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പോൾ നമുക്ക് ഈ കേരളത്തിൽ തന്നെ പുറമേക്ക് ഒരുപാട് പുരോഗമനത്തിന്റെ വർത്തമാനം പറയുന്നതിന്റെ ഉള്ളിൽ എങ്ങനെയെല്ലാം കയറി വരുന്നു. ആ കയറി വരുമ്പോൾ ഇതെല്ലാം ഉള്ളിൽ കയറി കിടക്കുകയാണ്. അല്ല, എന്തുകൊണ്ടാണ് ഈ പ്രയോഗങ്ങളെല്ലാം അറിയാതെ പറഞ്ഞു പോകുന്ന അറിയാതെ എങ്ങനെ ഇത്തരം പ്രയോഗങ്ങളെല്ലാം നമ്മുടെ മനസ്സുകളിലേക്ക് കയറി വരുന്നു? ആ മനസ്സുകളിൽ കയറി വരുന്ന എങ്ങനെയെല്ലാം അത് ചേർന്ന് നിൽക്കുന്നു? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇതെല്ലാം ഔദാര്യങ്ങൾ ആയിട്ടുള്ളതല്ലായിരുന്നു, ഞങ്ങളുടെ അവകാശങ്ങളായിരുന്നു, മണ്ണിന്റെ ഉടമകളായിരുന്നു ഞങ്ങളെന്നത്. ആ ഉടമകളായതിന്റെ പേരിലാണ് ഈ പേരുകൾ പോലും ഉണ്ടായിരുന്നു. ആ പേര് ആരെങ്കിലും 28 കെട്ടിന് മടിയിലെടുത്തിട്ട് പേരിടുന്നത് പോലെ കിട്ടിയ ഒരു പേരല്ല എന്നുള്ളതും, ചേരമ എന്നുള്ള പേരോ അല്ലെങ്കിൽ പുലേർ എന്നുള്ള പേരോ എല്ലാം ഈ തരത്തിൽ കിട്ടിയൊരു പേരല്ലായിരുന്നു. ആ പേരിനകത്ത് തന്നെ ഒരു നാടിന്റെ ഭരണാധികാരികൾ വരെ ആയിരുന്നതിന്റെ എല്ലാ അടയാളപ്പെടുത്തലുകളും ഈ പേരുകൾക്കകത്ത് ഉണ്ട് എന്നുള്ളതും ചരിത്രമാണ്. അതുകൊണ്ടാണ് ചരിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉയർത്തുന്ന ന്യായമായ എല്ലാ കാര്യങ്ങളുടെയും ഒപ്പം ഞങ്ങളെല്ലാം ഉണ്ടാകും എന്നും കൂടി അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധമായ ആശംസകളും ചേർത്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മന്ത്രി